പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഇനിയൊരിക്കലും തന്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇഷയോട് രാഹുൽ. മാത്രവുമല്ല, നീ ഇനി ഞാൻ പറയുന്നത് മാത്രമേ അനുസരിക്കുകയുള്ളൂ. എന്നെ അനുസരിക്കാതെ മുന്നോട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ അതിനുള്ള തിരിച്ചടി അനുഭവിക്കേണ്ടതായി വരും. സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയും എല്ലാവരോടും. നിന്റെ വയറ്റിൽ വളരുന്ന കുട്ടി എൻ്റേതല്ല എന്നും ആ കുട്ടിയുടെ തന്ത ആ അഭിഷേകാണ് എന്നും സത്യങ്ങൾ നിന്റെ തന്ത അറിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അയാൾക്കൊരു പക്ഷേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. അതോടെ അയാളുടെ കാര്യം തീരും. ഇത് കേട്ട ഇഷയാകെ ഞെട്ടിപ്പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ച് നിന്നാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതേ സമയം നീ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ് എന്ന് എനിക്കറിയാമടാ. ഞങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയല്ലേ? അതൊരിക്കലും നടക്കില്ല. നടക്കില്ലത്രേ. നീ ആരോടായി പറയുന്നേ? നിന്റെ അച്ഛൻ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കാമെന്ന് പറഞ്ഞാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലേക്ക് വരും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിനക്ക്. പിന്നെ നിന്റെ കാര്യം ഞാനങ്ങ് വ്യക്തമാക്കിയാൽ അദ്ദേഹം അഭിഷേകിനെ എന്താണ് ചെയ്യുക എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഈ ചതിക്ക് അഭിഷേക് അനുഭവിക്കേണ്ടതായി വരും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറയുന്നത്. ഞാൻ പറയുന്നത് അനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കാൻ. അങ്ങനെയാണ് എങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിന്റെ ചതികളെല്ലാം ഞാൻ നിന്റെ അച്ഛനെ അറിയിക്കുകയും അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് സത്യം. മനസ്സിലായോ? എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ രാഹുൽ. ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇഷ. ഇതിനിടയിൽ വീട്ടിലെ വേലക്കാരി വന്ന് കാര്യങ്ങൾ പറയുന്നതിന് തയ്യാറാവുകയാണ്. സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് മോളെ അവരുടെ നീക്കം. അതിനു വേണ്ടി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. നിന്റെ അച്ഛനാകട്ടെ ഇപ്പോൾ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുകയാണ് രാഹുലിനെ. അവൻ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് കരുതിയാണ് ഇപ്പോൾ റാംമോഹൻ മുന്നിലേക്ക് പോകുന്നത്. എനിക്ക് അറിയാം ചേച്ചി, അവൻ പഠിച്ച കള്ളനാ. എല്ലാ കാര്യവും വിശദമായി പഠിച്ചെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അച്ഛൻ്റെ വിശ്വാസം പൂർണ്ണമായും നേടിയെടുത്തു. എന്നെയും കുഞ്ഞിനെയും കൊല്ലുമെന്നാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത്. ഞാൻ അഭിഷേകിനോട് കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല ചേച്ചി പോകുന്നത്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു രൂപരേഖ എനിക്കും ഉണ്ടാകുന്നില്ല. മോളെ, കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. ആ കാര്യം നീ മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് പോലും എനിക്കറിയില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇഷ. എന്നാൽ ഇതേ സമയം തൻ്റെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന രാഹുലാകട്ടെ അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. ആ അഭിഷേകിനെ ഒതുക്കുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങൾ ശക്തമാക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുകയില്ല. അവൻ അങ്ങനെയൊന്നും ഒഴിഞ്ഞു പോകുന്നവനല്ല എന്നതാണ് സത്യം. അതുകൊണ്ട്
അവനെ നേരിടുന്നതിന് കൃത്യമായ ഒരു പ്ലാൻ വേണം. അവൻ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അത് ഉറപ്പാണ്. അവനെ മര്യാദയ്ക്ക് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ സാധിക്കുകയില്ല. എന്നാൽ പിന്നെ കൊന്നേക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ രാഹുൽ. ഇതേ സമയം സോഹനെ ചെന്ന് കാണുന്ന അഭിഷേകാകട്ടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. സോഹ, എനിക്ക് തിരിച്ചടിക്കണം അവനെ. അതിനുവേണ്ടി നിന്റെ സഹായം ആവശ്യമാണ്. എൻ്റെ ഇഷയെയും കുഞ്ഞിനെയും എനിക്ക് തിരികെ ലഭിക്കുകയും വേണം. അഭിഷേകേ, നീ എടുത്തു ചാടിയൊന്നും ചെയ്യല്ലേ. ആലോചിച്ച് വേണം ചെയ്യാൻ. ആ രാഹുൽ ഒരു കുറുക്കനാ. പേടിക്കണ്ട, നമുക്കൊരു പോംവഴി ഉടനെ ഉണ്ടാക്കാമെന്ന് വാക്ക് നൽകിയിരിക്കുകയാണ് സോഹൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.